നമസ്കാരം കേട്ടോ. പണ്ട് എക്സാം ഹാളുകളിൽ ഹലോ സാറേ, റൂം നമ്പർ 22 ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഷോർട്ട് ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് കൊണ്ടുതരാമോ? ഹലോ സാർ, റൂം നമ്പർ 22 2 കുട്ടികൾ ഹോൾ ടിക്കറ്റ് എടുക്കാണ്ടാണ് വന്നിരിക്കുന്നത്. അവരെ ഞാൻ അങ്ങോട്ടേക്ക് വിടണോ അതോ സാറൊന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? ഹലോ സാർ, റൂം നമ്പർ 22 ഇരുന്ന് പരീക്ഷ ചെയ്തായിരുന്നേ 10th ബിയിലെ മരിയ. ആ കുട്ടി എന്താണെന്നറിയില്ല, ബോധം കെട്ട് വീണിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നോക്കുന്നുണ്ട്. അവിടെ ലേഡി ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വേഗം ഇങ്ങോട്ടേക്ക് വിടാവോ? വേഗം വേണം. ഓക്കെ സാർ, ഓക്കെ. ഇത് പണ്ടത്തെ കഥ. ഇനി അങ്ങോട്ട് എക്സാം ഹാളുകളിൽ ഇൻവിജിലേറ്റർ സൈലന്റ് ആക്കിയിട്ടോ സ്വിച്ച് ഓഫ് ആക്കിയിട്ടോ പോലും മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന്. അപ്പൊ ഇനി എന്താ? ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല അല്ലേ? ഇനി വേഗം നേരെ ഓഫീസിലേക്ക് പോയിക്കോ, പുതിയ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തോ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ഷോർട്ട് ഉണ്ടെന്ന്. അതിപ്പോ എന്താ ചെയ്യാ? ഇതിപ്പോ റൂം നമ്പർ 22 നേരെ നോക്കിക്കഴിഞ്ഞാൽ താഴെയാണ് ഓഫീസ്. സാറേ, 22 2 ക്വസ്റ്റ്യൻ പേപ്പർ കുറവുണ്ട്, ഒന്ന് കൊണ്ടുതരാവോ? ഇതൊക്കെ ഇങ്ങനെ പരിഹരിക്കാം. മരിയയുടെ ബോധക്ഷയം എന്ത് ചെയ്യും? ഹേയ് മരിയ, ബോധക്ഷയമൊക്കെ പഴയ കാര്യമല്ലേ, നമ്മളൊക്കെ ഹൈടെക് ആവാണ്. നിന്റെ ബോധക്ഷയത്തോടൊന്ന് മാറി നിൽക്കാൻ പറയൂ. അതല്ലേ ഹീറോയിനിസം എന്ന് പറയേണ്ട അവസ്ഥയാവുമോ നമുക്ക്? ഈ ഒരു ഉത്തരവ് കാണുമ്പോൾ ഈ ഉത്തരവിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്തായിരിക്കും? എന്തായാലും വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഇല്ല, എനിക്ക് തോന്നുന്നു എക്സാം ഹാളുകളിൽ ഡ്യൂട്ടി എടുക്കുന്ന ഇൻവിജിലേറ്ററായി ഡ്യൂട്ടി എടുക്കുന്ന അധ്യാപകർ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുകുന്നതോ അല്ലെങ്കിൽ ഫോൺ വെറുതെ ഉപയോഗിക്കുന്നതോ ഒക്കെ ആയിരിക്കാം ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിന് പിന്നിലുണ്ടായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഉദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് എക്സാം ഡ്യൂട്ടി എടുക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കും നല്ലത് തന്നെ. പക്ഷെ അതിന് ഇങ്ങനെയാണോ വഴി? ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. 3 ക്വസ്റ്റ്യൻ പേപ്പർ 3 ആൻസർ ഷീറ്റ് കുറഞ്ഞു പോയാൽ അത് നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചു കൂവി അറിയിക്കുമോ? ഇനി കുട്ടികൾ ഹോൾ ടിക്കറ്റ് എടുക്കാതെ വരുന്നത് സ്ഥിരം കേസാണ്. എന്ത് ചെയ്യും? അവരവിടെ നിർത്തിയിട്ട് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരണോ? 5 മിനിറ്റ് നമ്മൾ എക്സാം ഹാൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ കോപ്പി അടിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ അത് ചെയ്യുക തന്നെ ചെയ്യും. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണോ വേണ്ടത്? ഇനി കുട്ടികളുടെ ബോധക്ഷയം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പലപ്പോഴും എക്സാം ഹാളിൽ കണ്ടിട്ടുള്ളതുമാണ്. ശരിക്കും മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു എക്സാം ഹാളിൽ ഒരു കുട്ടി വരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, നോക്കുന്നു, അങ്ങനെ തന്നെ മറിഞ്ഞു വീഴുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മിക്കവാറും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ മൊബൈൽ ഫോൺ ശരിക്കും എന്താണ്, നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു വസ്തുവാണെന്ന് നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും അതിന്റെ ഉപയോഗം വളരെ 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 വലുതാണ്. ആധുനിക കാലത്തെ ഇങ്ങനെ ആധുനിക കാലമാക്കി തീർത്തതിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് ചെറുതാണോ? ഒരിക്കലും അല്ല. അപ്പൊ നമുക്കിതൊക്കെ ഉപയോഗിക്കണം, എന്നാൽ നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ ചുറ്റുപാടിനോ ദോഷമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഇതാണ് വഴിയെന്ന് എനിക്ക് ഏതായാലും ഒരിക്കലും തോന്നുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഉത്തരവാണെങ്കിൽ ഉത്തരവ് ഇറങ്ങുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ വിദ്യാഭ്യാസ വിദഗ്ധർ ഉണ്ടായിരിക്കുമോ? അതായത് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ നിൽക്കുമ്പോൾ ഇത് പ്രാവർത്തികമായാൽ, നമ്മൾ എന്തും അങ്ങനെയല്ലേ, ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് പ്രാവർത്തികമായാൽ എന്ത് എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണ്ടേ? എക്സാം ഹാളിൽ മൊബൈൽ ഫോൺ പാടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത എക്സാം ഹാൾ എങ്ങനെയായിരിക്കും നമ്മൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് ഭാവനയിൽ കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കില്ലേ? എന്നാലല്ലേ നമുക്ക് മാതൃകാപരമായ നിലപാടുകൾ എടുക്കാൻ വേണ്ടി പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം തീർച്ചയായിട്ടും ഇതൊരു നല്ല നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ വളരെ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെയാണ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക.